നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിലേക്ക് 8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മൾ സുഖദുഃഖം എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചിട്ട് കുറച്ച് ദിവസമായല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. സുഖദുഃഖിനകത്തുള്ള നോട്ട്സും എക്സ്പ്ലനേഷനുമാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കവിത ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലുതായിട്ട് ആക്ടിവിറ്റി ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഈ ഹിന്ദിയുടെ തന്നെ അർത്ഥങ്ങളുണ്ട്. അത് ഹിന്ദിയുടെ മലയാളവും ഇംഗ്ലീഷും അർത്ഥമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഹിന്ദിയുടെ ഹിന്ദി വേർഡ് അർത്ഥം അത് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സെക്ഷനും കൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പാഠഭാഗത്ത് കവിത ആയതുകൊണ്ട് തന്നെ ആ കവിതയുടെ പദങ്ങൾ നോർമൽ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതല്ലാത്തതായതുകൊണ്ട് ആ വാക്കുകളും കൂടെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനൻ എന്ന് പറയുന്നത് മുഖ് ആണല്ലേ, മുഖം, ഫേസ് ആണ്. അപ്പം അതുപോലുള്ള കുറച്ച് വേർഡ്സും വൺ വേർഡൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ടിപ്പണി വലുതാണെന്ന് എല്ലാവരും പറയുന്നു. ഈ ടിപ്പണിയൊക്കെ കുഞ്ഞുമക്കളെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഞാനങ്ങ് തരുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒക്കുന്ന രീതിയിൽ പഠിച്ചെഴുതാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ടിപ്പണി ഇച്ചിരി ചെറുതാക്കിയിട്ടുണ്ട്, ആർക്കും പരാതിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോട്ട്സൊക്കെ പഠിച്ചേച്ച് വേഗം വരാം, ക്ലാസ്സിലോട്ട് പോവാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി ഖോലെ ജീവൻ അപ്നാ മുഖ इन पंक्तियों का आशय क्या है? സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുപൊത്തിക്കളി. കോലെ ജീവൻ അപ്നാ മുഖ, അതാണ് ജീവിതമേ നിന്റെ മുഖം. അപ്പോ കണ്ണുപൊത്തിക്കളിയാണ് ജീവിതത്തിന്റെ മുഖം എന്ന് പറയുന്നു. ഇൻ പങ്ക്തിയോ കാ, ഈ വരികളുടെ ആശയ ക്യാ ഹേ, ആശയം എന്താണ്? ഉത്തരം നോക്കാം. आँख मिचोनी के खेल में जिस प्रकार कभी एक चिपता है तो कभी दूसरा, इस प्रकार जीवन में सुख और दुख बारी बारी से आता है और जाता है. നോക്കിയേ, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുപൊത്തിക്കളിയാണ് ജീവിതം എന്ന് പറയുന്നു. അത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശദീകരിക്കുകയാണ്. ആഖ് മിച്ചൗനി എന്ന് പറഞ്ഞാൽ കണ്ണുപൊത്തിക്കളി. ഖേൽ മിച്ചൗനി എന്ന് പറഞ്ഞാലോ കണ്ണുപൊത്തൽ കളിയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇവിടെ വിശദമായിട്ട് പറയാണ് കണ്ണുപൊത്തിക്കളി കെ ഖേൽമേം, ആ കളിയിൽ, കണ്ണുപൊത്തിക്കളിയിൽ, ജിസ് പ്രകാർ, എങ്ങനെയാണോ, കഭി, ചിലപ്പോൾ, ഏക്ക്, ഒരാൾ, ചിപ്താഹെ, ചിപ്ന, ഒളിക്കുക, ചിപ്താഹെ, ഒളിക്കുന്നത്, തോ കഭി ദൂസര, ചിലപ്പോൾ മറ്റേയാളും. നോക്കിയേ, ആഖ് മിച്ചോലിക്ക് ഖേൽമേം, കണ്ണുപൊത്തിക്കളിയുടെ കളിയിൽ, ജിസ് പ്രകാർ, എപ്രകാരമാണോ, കഭി ഏക്ക് ചിപ്താഹെ തോ കഭി ദൂസര, ചിലപ്പോൾ ഒരാൾ ഒളിക്കും, മറ്റു ചിലപ്പോൾ മറ്റേയാൾ. എങ്ങനെയാണോ കണ്ണുപൊത്തിക്കളിയിൽ ഒരാൾ ഒളിക്കുന്നത്, അത് കഴിഞ്ഞ് മറ്റേയാൾ ഒളിക്കുന്നത്. ഇസ് പ്രകാർ, ഇതുപോലെ, ജീവൻ മേം, ജീവിതത്തിൽ, സുഖ ഔർ ദുഃഖ, സുഖവും ദുഃഖവും, ബാരി ബാരി സെ, ക്രമമായി, റെഗുലറായി, ആത്താഹെ, വരുന്നുണ്ട്, ഔർ ജാത്താഹെ, പോകുന്നും ഉണ്ട്. അപ്പൊ എങ്ങനെയാണോ കണ്ണുപൊത്തിക്കളിയിൽ ആദ്യം ഒളിക്കുന്നയാള് പിന്നെ മറ്റേ ആൾക്ക് ഒളിക്കാൻ അവസരം കൊടുക്കും അല്ലെ, അതുപോലെ ജീവിതത്തിൽ എന്ത് ചെയ്യും, സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി ക്രമമായി വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ വരികളുടെ അർത്ഥം. മനസ്സിലായോ? കണ്ണുപൊത്തിക്കളിയിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ഒളിക്കുന്നത്, അത് കഴിഞ്ഞ് മറ്റേയാൾ ഒളിക്കുന്നത്, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ സുഖം വരും, തൊട്ടടുത്ത സമയത്ത് എന്ത് തന്നെ വരും, ദുഃഖം വരിക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ സുഖവും ദുഃഖവും ജീവിതത്തിൽ വന്നും പോയും കൊണ്ടേയിരിക്കും എന്നാണ് ഈ വരികളുടെ അർത്ഥം. അപ്പോൾ ജീവിതത്തിലെ കണ്ണുപൊത്തിക്കളിയാണ് സുഖവും ദുഃഖവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി ഇടവിട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നാണ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഫിർ ഖൻ മേ ഓജൽ ഹോ ശശി, ഫിർ ശശി സെ ഓജൽ ഹോ ഖൻ, യഹാം ഖൻ ഓർ ശശി കിൻ കിൻ കെ പ്രതീക് ഹേ. നമ്മൾ പറഞ്ഞു അല്ലേ, ചില സമയങ്ങളിൽ ചന്ദ്രനെ മേഘങ്ങൾ മറയ്ക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ചന്ദ്രന്റെ പ്രകാശത്താൽ മേഘങ്ങൾ മറഞ്ഞു പോകാറുണ്ട്. ഇവിടെ യഹാം, ഇവിടെ ഖൻ ഓർ ശശി,
മേഘങ്ങളെയും ചന്ദ്രനെയും കിൻ കിൻ കെ പ്രതീക് ഹെ എന്തിനോടാണ് പ്രതിനിധാനം ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ചന്ദ്രനും നമ്മുടെ മേഘങ്ങളും റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ്. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കണം, വളരെ സിമ്പിൾ ആണ്. ഉത്തരം എങ്ങനാ? യഹാം ഇവിടെ ഖൻ, ഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാനി മേഘ, ഖൻ അഥവാ മേഘം, ദുഃഖക്കെ ദുഃഖത്തിന്റെയും, ശശി യാനി ചന്ദ്ര, ശശി അല്ലെങ്കിൽ ചന്ദ്രൻ, സുഖ ക പ്രതീക് ഹേ സുഖത്തിന്റെയും പ്രതീകമാണ്. അവിടെ സുഖക്കാക്ക് പകരം സുഖക്കെ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ വെട്ടാൻ മടിച്ചിട്ട് ചെയ്യാത്തതാണ്. കറക്റ്റ് ഇവിടെ സുഖക്കെ എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. അപ്പൊ ഇവിടെ എന്താണ്? യഹഖൻ യാനി മേഘ, ഇവിടെ മേഘം എന്നത് ദുഃഖക്കെ ദുഃഖത്തിന്റെയും, ശശി യാനി ചന്ദ്ര, ചന്ദ്രൻ എന്നത് സുഖക്കെ പ്രതീക് ഹേ സുഖത്തിന്റെയും പ്രതീകമാണ്. അപ്പോ മേഘം ദുഃഖത്തിനെയും ചന്ദ്രൻ സുഖത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കാം. നോക്കിയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവിരത് സുഖ് ഭി ഉത്പീഡൻ ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ ക്യോ? നോക്കിയേ, അവിരത് നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള, സുഖ് ഭി സുഖവും, ഉത്പീഡൻ പീഡാജനകമാണ് വേദനാജനകമാണ്, ക്യാ ആപ് എന്താ നിങ്ങൾ അല്ലെങ്കിൽ എന്താ താങ്കൾ, ഇസ്സേ ഇതിനോട്, സഹമത് ഹേ യോജിക്കുന്നുണ്ടോ, ക്യോ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ നിരന്തരമായ സുഖവും ഒരു വേദന തന്നെയാണെന്ന് പറയുന്നു. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കിയേ, जिंदगी को पूर्ण रूप से अनुभव करने के लिए सुख और दुख दोनों का होना जरूरी है, इसलिए मैं कवि से बिल्कुल सहमत हूँ. എന്താ പറയുന്നത്? ജിന്ദഗിക്കോ ജീവിതത്തിനെ, പൂർണ്ണ രൂപസെ പൂർണ്ണമായ രൂപത്തിൽ, അനുഭവ കർണേക്കെലിയെ അനുഭവിക്കുവാൻ, സുഖ ഔർ ദുഃഖ സുഖവും ദുഃഖവും, ദോനോക രണ്ടിന്റെയും, ഹോന ഉണ്ടായിരിക്കേണ്ടത്, ജരൂരി ഹെ ആവശ്യമാണ്. അപ്പോ ജീവിതത്തെ പൂർണ്ണമായ രൂപത്തിൽ അനുഭവിക്കണമെങ്കിൽ സുഖവും ദുഃഖവും രണ്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇസ്ലിയെ അതുകൊണ്ട്, മേം ഞാൻ, കവിസെ കവിയോട്, ബിൽക്കുൽ പൂർണ്ണമായും, സഹമത് ഹൂം യോജിക്കുന്നു. ആൻസർ മനസ്സിലായോ? ജീവിതത്തെ പൂർണ്ണമായ രൂപത്തിൽ അനുഭവിക്കണമെങ്കിൽ സുഖവും ദുഃഖവും രണ്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കവിയോട് പൂർണ്ണമായ രൂപത്തിൽ യോജിക്കുന്നു എന്നാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്തുള്ളതല്ലേ വൺ വേർഡ് പോലത്തെ ചോദ്യങ്ങളാണ് കേട്ടോ. സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്, നോക്കിക്കൊള്ളണേ. ജീവൻ കൈസെ പൂർണ്ണ ഹോത്താ ഹേ, ജീവൻ ജീവിതം, കൈസെ എങ്ങനെയാണ്, പൂർണ്ണ ഹോത്താ ഹേ പൂർണ്ണമാകുന്നത്, ജീവിതം എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ഉത്തരം നോക്കിയേ, സുഖ और दुख के मधुर मिलन से जीवन परिपूर्ण होता है. സിമ്പിൾ അല്ലേ? സുഖ और दुख के സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും, മധുർ മിലൻ സേ മധുരമായ മിലൻ കൂടിച്ചേരലിലൂടെയാണ്, ജീവൻ പരിപൂർണ ഹോത്താ ഹേ ജീവിതം പരിപൂർണമാകുന്നത്. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലൂടെയാണ് ജീവിതം പരിപൂർണമാകുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ജീവൻ മേ കിസ്കി ഖേൽ മിച്ചൗനി ഹോത്തി ഹേ, ജീവിതത്തിൽ, ജീവൻ മേം ജീവിതത്തിൽ, കിസ്കി എന്തിന്റെ, ഖേൽ മിച്ചൗനി കണ്ണുപൊത്തിക്കളിയാണ്, ഹോത്തി ഹേ നടക്കുന്നത്. ജീവിതത്തിൽ എന്തിന്റെ കണ്ണുപൊത്തിക്കളിയാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ജീവൻ മേം ജീവിതത്തിൽ, സുഖ ദുഃഖ കാ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും, ഖേൽ മിച്ചൗനി ഹോത്തി ഹേ കണ്ണുപൊത്തിക്കളിയാണ് നടക്കുന്നത്. അപ്പോൾ ജീവിതത്തില് ആരുടെ കണ്ണുപൊത്തിക്കളിയാണുള്ളത്? സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുപൊത്തിക്കളിയാണ് നടക്കുന്നത്. 4ഉം 5ഉം ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. നോക്കിയെടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൻസാർ കിൻ കിൻ സെ ഉത്പീഡിത് ഹോത്താ ഹേ, സൻസാർ ലോകം, കിൻ കിൻ സെ എന്തെല്ലാം കൊണ്ടാണ്, ഉത്പീഡിത് ഹോത്താ ഹേ, ഉത്പീഡിത ഹോന എന്ന് പറഞ്ഞാൽ വേദനിക്കുക. ലോകം എന്തെല്ലാം കൊണ്ടാണ് വേദനിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിടക്കാം.
അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. संसार अविरत सुख और अविरत दुख से उत्पीड़ित होता है. संसार ലോകം, അവിരത സുഖ നിരന്തരമായ സുഖം, ഔർ അതിനാലും, അവിരത ദുഃഖ നിരന്തരമായ ദുഃഖത്താലും, ഉത്പീഡിത ഹോത്താ ഹേ വേദനാജനകമാകുന്നു, പീഡിതമാകുന്നു. അപ്പൊ ലോകത്ത് നിരന്തരമായ സുഖവും നിരന്തരമായ ദുഃഖവും പീഡകൾക്ക്, വേദനകൾക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ലോകം എന്തെല്ലാം കാരണങ്ങളാണ് ഉത്പീഡിതാകുന്നത്? संसार अविरत सुख और अविरत दुख से उत्पीड़ित होता है. ഏഴാമത്തെ ചോദ്യം കൂടി നോക്കാം. सुख दुख के मधुर मिलन से क्या हो जाता है? സുഖ ദുഃഖ കെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുര മിലൻ സേ മധുരമായ കൂടിച്ചേരലിലൂടെ ക്യാ ഹോ ജാത്താ ഹെ എന്താണ് സംഭവിക്കുന്നത്? സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലാണ് ജീവിതത്തെ പരിപൂർണമാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അതാണ് ആൻസർ. സുഖ ദുഃഖ കെ മധുര മിലൻ സേ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലൂടെ ജീവൻ പരിപൂർണ ഹോ ജാത്താ ഹെ ജീവിതം പരിപൂർണമായി തീരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. സുഖ ദുഃഖ കവിത കാ സന്ദേശ് ക്യാ ഹെ? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സുഖ ദുഃഖ കവിതയുടെ സന്ദേശം എന്താണ്? ഉത്തരം നോക്കിയേ. മാനവ ജീവൻ സുഖ ദുഃഖ സമ്മിശ്ര, വാക്ക് ശ്രദ്ധിക്കണം, സമ്മിശ്ര, അവസാനം കിടക്കുന്ന വാക്ക് ശ്ര എന്ന വാക്കാണ് കേട്ടോ. ശ്രീ എന്നൊക്കെ എഴുതുന്ന വാക്കാണ് ശ്ര. സമ്മിശ്ര ഹേ. इसलिए सुख में अधिक संतोषित होना और दुख में निराश होना नहीं चाहिए. ഇതാണ് നമ്മുടെ കവിതയുടെ സന്ദേശം. മാനവ ജീവൻ, മനുഷ്യ ജീവിതം, സുഖ ദുഃഖ സമ്മിശ്രഹേ, സുഖ ദുഃഖ സമ്മിശ്രമാണ്. സമ്മിശ്രം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നത്. മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും കൂടിച്ചേർന്നതാണ്. ഇസ്ലിയെ അതുകൊണ്ട്, സുഖമേ സുഖത്തിൽ, അധിക ധാരാളമായി, സന്തോഷിത ഹോന സന്തോഷിക്കുന്നതും, ദുഃഖമേ ദുഃഖത്തിൽ, നിരാശ ഹോന നിരാശനാകുന്നതും, നഹി ചാഹിയെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതം സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. അതുകൊണ്ട് സുഖത്തിൽ ഒരുപാട് സന്തോഷിക്കാനും ദുഃഖത്തിൽ അതുപോലെ നിരാശനാകാനും പാടില്ല എന്നുള്ളതാണ് ഈ കവിതയിലെ സന്ദേശം. ഒന്നുകൂടെ പറയാം. മാനവ ജീവൻ മനുഷ്യ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രഹേ സുഖവും ദുഃഖവും ചേർന്നതാണ്. ഇസ്ലിയെ അതുകൊണ്ട്, സുഖമേം അധിക സന്തോഷിത ഹോന സുഖത്തിൽ അധികം സന്തോഷിക്കുന്നതും, അവർ ദുഃഖമേം നിരാശ ഹോന ദുഃഖത്തിൽ നിരാശനാകുന്നതും, നഹി ചാഹിയെ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത കുറച്ച് അർത്ഥങ്ങളാണ് തന്നേക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഹിന്ദി വേർഡ് തന്നിട്ട് സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖിയെ എന്ന് പറഞ്ഞ് തരും. സമാന അർത്ഥമുള്ള സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് തരും. അപ്പോൾ അതിൽ മലയാളം അല്ല, ഹിന്ദി വേർഡ്സിൻ്റെ ഹിന്ദി അർത്ഥം തന്നെ എഴുതാനാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കണം. നോക്കിയേ. ആനൻ എന്ന വാക്കിനർത്ഥം മുഖ്, ഫേസ് അഥവാ മുഖം എന്നാണ്. ഗഗൻ എന്ന വാക്കിനർത്ഥം ആകാശ് അഥവാ ആകാശം എന്നാണ്, സ്കൈ. അവിരത് എന്ന വാക്കിനർത്ഥം നിരന്തർ, കണ്ടിന്യൂസ്ലി എന്നാണ്. ഘൻ എന്ന വാക്കിനർത്ഥം മേഘ് അഥവാ ക്ലൗഡ്, മേഘം എന്നാണ്. അടുത്ത രണ്ട് വാക്കുകളുണ്ട്. ദിവ എന്നോ ഉഷ എന്നോ ചോദിച്ചാൽ പ്രഭാത്, സുബഹ് എന്നൊക്കെയാണ് അർത്ഥം, രാവിലെ, മോർണിംഗ്. ഓക്കെ. അപ്പോൾ ദിവ അല്ലെങ്കിൽ ഉഷ എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണ്? പ്രഭാത്, പ്രഭാതം അല്ലെങ്കിൽ മോർണിംഗ്. ഇനി അതുപോലെ നിശ എന്ന വാക്കിനർത്ഥം രാത്ത് ആണ്. രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി, നൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചെണ്ണം കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം. നോക്കിയേ. ജഗ്, ജഗ് എന്ന വാക്കിനർത്ഥം ജഗത്ത് അല്ലെങ്കിൽ സംസാർ എന്നാണ്. ജഗത്ത്, സംസാർ, ജഗ് എന്നെല്ലാം പറഞ്ഞാൽ ലോകം, വേൾഡ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത ശശി എന്ന വാക്കിനർത്ഥം ചന്ദ്ര, ചന്ദ്രൻ,
മൂൺ എന്നാണ് ശശി എന്ന വാക്കിനർത്ഥം. അടുത്തത് സാഞ്ച്. സാഞ്ച് എന്ന വാക്കിനർത്ഥം സന്ധ്യ അല്ലെങ്കിൽ ഈവനിങ് എന്നാണ്. ഓക്കെ ആണല്ലോ. സാഞ്ച് സന്ധ്യ. അതൊരിക്കലും രാത്രി എന്ന് വിചാരിക്കരുത്. സന്ധ്യാസമയം രാത്രിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെയാണ് സാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത വാക്ക് അശ്രു. അശ്രു. അശ്രു എന്ന വാക്കിനർത്ഥം എന്താണ്? ആൻസു. ആൻസു എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീരെന്നാണ് അർത്ഥം കേട്ടോ. ആ കണ്ണുനീര്, ഐ ഡ്രോപ്പ് അല്ലെ, അതാണ് അശ്രു അഥവാ ആസു എന്ന് പറയുന്നത്. അപ്പൊ ഇവയാണ് ഹിന്ദി വേർഡ് മീനിങ്സ്. ഇവ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഭാഗങ്ങളാണ്. ഓക്കെ. അടുത്തതാണ് ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ല എങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നോക്കിയേ, സുഖ് ദുഃഖ് കവിത കാ ആശയ ലിഖേ. സുഖ് ദുഃഖ് കവിതയുടെ ആശയം എഴുതുക. വളരെ ചുരുക്കിയാണ് തന്നേക്കുന്നത്. ഇതിനകത്തു നിന്ന് ഒരു സെന്റൻസ് പോലും ഇനി ഒഴിവാക്കരുത്. പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കുന്ന വരികളുടെയാണ് തന്നേക്കുന്നത്. ലാസ്റ്റിലുള്ള 4 വരികളുടെ അങ്ങനെ ചോദിക്കാറില്ല. മുൻപോട്ടുള്ള 4 വരികൾ അല്ലെങ്കിൽ 8 വരികൾ തന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അല്ലാതെ ഏത് ആശയം ചോദിച്ചാലും ടിപ്പണി ചോദിച്ചാലും എല്ലാം ഇതങ്ങ് എഴുതിയാൽ മതി. ഏറ്റവും കുറച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. വീണ്ടും പറയുക, ഇതിനെ ഇനി കട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. ഉത്തരം നോക്കാം. സുഖ് ദുഃഖ് കവിത സുമിത്രാനന്ദൻ പന്ത് के रचना है. यहाँ कवि सुख दुख के संबंध में अपना विचार प्रकट किया है. ഓക്കെ. സുഖ് ദുഃഖ് കവിത. സുഖ് ദുഃഖ് എന്ന കവിത സുമിത്രാനന്ദൻ പന്ത് കെ. സുമിത്രാനന്ദൻ പന്തിന്റെ രചനാഹെ, രചനയാണ്. യഹാം ഇവിടെ കവി സുഖ് ദുഃഖ് കെ സംബന്ധമേം, സുഖത്തെയും ദുഃഖത്തെയും സംബന്ധിച്ച്, സംബന്ധമേ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, അതിനെക്കുറിച്ച്, അതിനെപ്പറ്റി, അപ്പനാ വിചാർ തന്റെ വിചാരം, തന്റെ ഒപ്പീനിയൻ, പ്രകട് കിയാഹെ വ്യക്തമാക്കുകയാണ്. അപ്പോ സുഖ് ദുഃഖ കവിത സുമിത്രാനന്ദൻ പന്തിന്റെ രചനയാണ്. ഇവിടെ കവി സുഖത്തെയും ദുഃഖത്തെയും പറ്റിയുള്ള തന്റെ ഒരു ഒപ്പീനിയൻ പ്രകടമാക്കുകയാണ്, തന്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ്. നോക്കിയേ, കവി ചിര സുഖ നഹീ ചാത്തെ ഹൈ. കവി കോ സദാ ദുഃഖ ഭി പസന്ത് നഹീ ഹൈ. कवि के अनुसार सुख और दुख के मधुर मिलन से जीवन परिपूर्ण होता है. जीवन सुख दुख की आंख मिचौनी है. जैसे चंद्रमा कभी बादलों में छिपा जाता है तो कभी बादल चंद्रमा से अदृश्य होता है. इसी प्रकार जीवन में सुख और दुख का आना जाना लगा रहता है. നോക്കിയേ, കവി, നമ്മുടെ കവി ചിര സുഖ്, ചിര എന്ന് പറഞ്ഞാൽ നിരന്തർ, നേരത്തെ അവിരത് പറഞ്ഞില്ലേ, അതിനാണ് കണ്ടിന്യൂസ്. കവി ചിര സുഖ്, കവി നിരന്തരമായ സുഖം, നഹി ചാത്തേഹേം ആഗ്രഹിക്കുന്നില്ല. ചാഹ്ന ആഗ്രഹിക്കുക, നഹി ചാഹ്ന ആഗ്രഹിക്കുന്നില്ല. കവി നിരന്തരമായ സുഖം ആഗ്രഹിക്കുന്നില്ല. കവി കോ സദാ ദുഃഖ ഭി പസന്ത് നഹി ഹെ. കവി കോ, കവിക്ക്, സദാ എപ്പോഴും. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണല്ലോ. സദാ, ചിര, നിരന്തർ, അവിരത് എന്നെല്ലാം പറഞ്ഞ എന്താണ്? എപ്പോഴും, കണ്ടിന്യൂസ്ലി, നിരന്തരമായി, തുടർച്ചയായി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ഒരു വാക്കിന് തന്നെ എത്ര പദങ്ങളാണ് നമ്മൾ പഠിച്ചത് നോക്കിയേ. കവി കോ, കവിക്ക്, സദാ എപ്പോഴും, ദുഃഖ ഭി ദുഃഖവും, പസന്ത് നഹി ഹെ, പസന്ത് ഇഷ്ടം, പസന്ത് നഹി ഹെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. കവിക്ക് എപ്പോഴും ദുഃഖവും ഇഷ്ടമല്ല. കവി കെ അനുസാർ, കവിയുടെ അഭിപ്രായത്തിൽ, അനുസാർ എന്ന് പറഞ്ഞാൽ അഭിപ്രായത്തിൽ, സുഖ് അവർ ദുഃഖ കെ, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും, മധുര മിലൻ, മധുരമായ കൂടിച്ചേരൽ, സെ കൊണ്ട്, ജീവൻ പരിപൂർണ ഹോത്താ ഹെ, ജീവിതം പരിപൂർണമാകുന്നു. കവി കെ അനുസാർ, കവിയുടെ അഭിപ്രായത്തിൽ, സുഖ് ഔർ ദുഃഖ കെ മധുര മിലൻ സെ ജീവൻ പരിപൂർണ ഹോത്താ ഹെ,
സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ കൂടിച്ചേരലിലൂടെയാണ് ജീവിതം പരിപൂർണമാകുന്നത്. ജീവൻ ജീവിതം സുഖ ദുഃഖ കി സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ആങ്ക് മിച്ചൗനി ഹേ കണ്ണുപൊത്തിക്കളിയാണ്. ജീവിതം എന്ന് പറയുന്നത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുപൊത്തിക്കളിയാണ്. നോക്കിയേ, ഇതെല്ലാം തന്നെ നമ്മൾ ആ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ പഠിച്ചതല്ലേ. അപ്പൊ ഈ വൺ വേർഡ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആശയം നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ആശയം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൺ വേർഡ് എഴുതാൻ പറ്റത്തില്ലേ? ആ രീതിയിലാണ് ചോദ്യോത്തരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ബാക്കി നോക്കാം. ജൈസെ ചന്ദ്രമ കഭി ബാദലോ മേ छिपा जाता है तो कभी बादल चंद्रमा से अदृश्य होता है. ജൈസെ എങ്ങനെയാണോ, ചന്ദ്രമ ചന്ദ്രമ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മൂൺ, കഭി ഇടയ്ക്കൊക്കെ, ബാദലോമേ छिपा जाता है മേഘങ്ങൾക്കിടയിൽ, ബാദൽ ഖന് മേഘ് എന്നീ രണ്ട് വാക്കുകൾ പറഞ്ഞു, അതിന്റെ കൂടെ ചേർക്കണം ബാദൽ അല്ലെ. അപ്പൊ ഖൻ മേഘ് ബാദൽ എന്നെല്ലാം പറഞ്ഞാൽ മേഘം അഥവാ ക്ലൗഡ് എന്നാണ് അർത്ഥം. ജൈസെ ചന്ദ്രമ കഭി ബാദലോമേ छिपा जाता है എങ്ങനെയാണോ ചന്ദ്രൻ ഇടയ്ക്കൊക്കെ മേഘങ്ങൾക്കിടയിൽ छिपा जाता है മറഞ്ഞിരിക്കുന്നത്. तो कभी बादल चंद्रमा से अदृश्य होता है तो അങ്ങനെയെങ്കിൽ കഭി ചിലപ്പോഴൊക്കെ, ബാദൽ മേഘം, ചന്ദ്രമാസെ ചന്ദ്രനെ കൊണ്ട്, അദൃശ്യ ഹോത്താ ഹേ അദൃശ്യമാകുന്നു. എന്താ പറഞ്ഞത്? എങ്ങനെയാണോ ചന്ദ്രൻ മേഘങ്ങളാൽ മറയ്ക്കപ്പെടുന്നത്, ഇനി അങ്ങനെയെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? മേഘങ്ങൾ ചന്ദ്രനാൽ അദൃശ്യമാക്കപ്പെടുന്നു. ചന്ദ്രൻ കാരണം മേഘങ്ങൾ മറഞ്ഞു പോകുന്നു. ഇസി പ്രകാർ ഇതേപോലെ ജീവന്മേം ജീവിതത്തിൽ, സുഖ ഔർ ദുഃഖ ക സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും, ആന ജാന വരവും പോക്കും, ആന വരിക, ജാന പോക വരവും പോക്കും, ലഗാ രഹ്താ ഹേ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ മേഘങ്ങൾ ചന്ദ്രനെ മറയ്ക്കുന്നതും തിരിച്ച് ചന്ദ്രനാൽ മേഘങ്ങൾ മറയ്ക്കപ്പെടുന്നതും, അതുപോലെ ജീവിതത്തിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും വരവും പോക്കും നിരന്തരമായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എന്നതാണ് ഈ കവിതയുടെ ആശയം. പിന്നെ ബാക്കിയുണ്ട് നമ്മുടെ യഹ് സാഞ്ച് ഉഷാക്ക അങ്കൻ എന്നൊക്കെ പറയത്തില്ലേ, അതൊന്നും അങ്ങനെ വലുതായിട്ട് പരീക്ഷകളിൽ ടിപ്പണിയായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. ഏതാശയം ചോദിച്ചാലും നിങ്ങൾ എത്ര എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇത് എഴുതിയാൽ മതിയായിരിക്കും. ഇനി അതല്ല, അത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അത് വലുതാണ്, പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചുരുക്കി ഏറ്റവും ലഘുവായ രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു ഇന്നത്തെ നമ്മുടെ നോട്ട്സിന്റെ ക്ലാസ്. പരമാവധി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഒരെണ്ണം പോലും ഒഴിവാക്കരുത്. ഡീപ്പായിട്ട് പഠിക്കുക. നിങ്ങളുടെ നോട്ട്സ് മാക്സിമം ക്ലിയർ ആയിട്ട്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് വലുതായിട്ട് തോന്നത്തില്ല, പക്ഷെ എൻ്റെ ബുക്കിൽ വലിയ വലിയ എന്താ ഉരുളം കല്ല് വെച്ചതുപോലെയാണ് ഞാൻ എഴുതിയെടുക്കുന്നത് കേട്ടോ. അത്രയും വലുപ്പത്തിലാണ് നോട്ട് എഴുതി തയ്യാറാക്കുന്നത്. കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയൊരു ബുക്കാണ്, അതിൽ 2 ലൈൻ എഴുതുന്ന പോലെ അത്ര വലുതായിട്ടാണ് എഴുതിയേക്കുന്നത് കേട്ടോ. എന്നിട്ടും ക്ലിയർ എന്തെങ്കിലും ഇല്ല എങ്കിൽ പറയുക, അടുത്ത ക്ലാസ്സിൽ ബെറ്റർ ആക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം അറിയിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ദിസ് ഈസ് വീണ സൈനിങ് ഔട്ട് ഫ്രം വീണാസ് ലേണിംഗ് വേൾഡ്. ഗുഡ് ബൈ.